ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി കടുങ്ങാത്തുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇവിടെ വന്നത് നുസൈബാനെ കാണാനാണ്. നുസൈബാക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. നുസൈബാക്ക് ഇപ്പോൾ 39 വയസ്സായി, പക്ഷേ ഇതുവരെ കല്യാണം റെഡി ആയിട്ടില്ല. ആലോചന വരുമ്പോൾ പലതരത്തിലുള്ള മുടക്കാണ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയൊരു മോശത്തരം തന്നെയല്ലേ. കാരണം ഒരു പെൺകുട്ടീൻ്റെ കല്യാണം ഇങ്ങനെ മുടക്കാനൊക്കെ ആൾക്കാർ ഇറങ്ങി പുറപ്പെടുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ മോളെ ഉമ്മാക്ക് ഉപ്പാക്ക് എത്ര വിഷമമുണ്ടാവും അവർക്ക്. കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അത് പിന്നെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഈ ചോദിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പോൾ ഒരു വീട്ടുകാരങ്ങനെ മുടക്കാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഇവിടെ വന്ന് അവരോട് ചോദിക്കുക, ഇങ്ങനൊരു കാര്യം പറഞ്ഞല്ലോ, അതിലെന്തെങ്കിലും സത്യമുണ്ടോ, എന്താണ് എൻ്റെ നിജസ്ഥിതി എന്ന് പറഞ്ഞിട്ട് ഓലെ ഒരു അഭിപ്രായം കേൾക്കണമല്ലോ. ആൾക്കാരെന്തെങ്കിലും പറയുന്നതും കേട്ട് എന്നാ വേണ്ടെന്ന് പറഞ്ഞ് വേഗം പോകാമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്, അപ്പോൾ ഓൾക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉള്ള മോളൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഈ മുടക്കുന്നത് കൊണ്ട് കല്യാണം മുടങ്ങിപ്പോയി എന്നാണ് ഓൾ പറഞ്ഞത്. പിന്നെ സാമ്പത്തികമായിട്ട് ഒരു സാധാ ഫാമിലിയുമാണ്. നമുക്കതുപോലെ പരിചയപ്പെടാം, കാര്യങ്ങളൊക്കെ അവരോട് തന്നെ ചോദിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. ഇതാണ് ഇവരുടെ വീട്ടിലേക്കുള്ള വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ കാണുന്നതാണ് ഇവരുടെ വീട് കേട്ടോ. ഇതാണ് വീട്. അസ്സലാമു അലൈക്കും. ഇതാണ് കേട്ടോ നുസൈബ. എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? അപ്പോൾ നുസൈബ ഇരുന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ വിവാഹം ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ മുടക്കാണെന്നാണല്ലേ? എന്താ ഇവർ പറയുന്ന ആലോചന വരുമ്പോൾ? പറയണ എന്താന്ന് നമുക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. ആരും തരൊന്നും ആരാണ് എന്താണെന്നൊന്നും തരം അറിഞ്ഞിട്ടില്ല. അപ്പോൾ 39 വയസ്സായി. നമ്മൾ കല്യാണം നോക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി ഉണ്ടാവും അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. നുസൈബാക്ക് വേറെ യാതൊരുവിധ ബുദ്ധിമുട്ട് കാര്യമൊന്നും ഇല്ല അല്ലേ? 10ാം ക്ലാസ് വരെയാണ് പഠിച്ചത് അല്ലേ? ഇവിടുത്തെ കുക്കിങ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യലൊക്കെ അല്ലേ? പുറത്തേക്കൊക്കെ പോലില്ലേ? 10 വരെ ആണെങ്കിലും എഴുതാൻ വായിക്കാൻ അതൊക്കെ നല്ലോണം അറിഞ്ഞൂടെ? അതെ അതെ അതെ. അപ്പോൾ ഉപ്പ മരണപ്പെട്ടു അല്ലേ? അതെ, ഉപ്പ മരണപ്പെട്ടതാണ്. പിന്നെ നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ 5 ആൾ. എത്ര ആൺകുട്ടി? 5 ആള്. മൂത്ത ഞാനാ. എൻ്റെ താഴെ 3 ആൺകുട്ടികൾ, ചെറുത് പെൺകുട്ടിയാണ്. അങ്ങനെ മൊത്തം 5 ആള് അല്ലേ? 5 ആള്. ഉമ്മ എന്ന് പറഞ്ഞാൽ 6 ആളോ? അത് 6 ആളുണ്ടേനും ഒരാൾ മരിച്ചിട്ട് പ്രസവത്തിൽ മരിച്ച അല്ലേ? അങ്ങനെ 5 ആളാണുള്ളത്. അതെ. പിന്നെ നുസൈബാക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെയുള്ള പിയാപ്പിളിനെയാണ് വേണ്ടത്? നമ്മളെ നയിച്ചൊന്ന് നോക്കാൻ പറ്റിയ, നമ്മളെ നോക്കുന്ന നല്ലൊരു കച്ചറൊന്നും ഇല്ലാത്ത ഒരാണാവണം തന്നെ. അതെ. 39 വയസ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല അമ്മ, ഒരു 20 വയസ്സിലൊക്കെ ഒക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല നിങ്ങള്? ഒന്ന് കഴിഞ്ഞോ? ഒന്ന് കഴിഞ്ഞോ ഒഴിവാക്കിയതാണ്. ആണല്ലേ? അത് ശരി. അത് നമ്മൾ മുമ്പ് പറഞ്ഞില്ലായിരുന്നു. അത് ഞാനിപ്പോൾ അറിഞ്ഞു, അതുകൊണ്ടാട്ടോ. ഡിവോഴ്സ് ആയിട്ട് എത്ര നിന്നീനത്? കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം നിന്നിട്ടുള്ളൂ. അതെന്താ ഡിവോഴ്സ് ആകാൻ കാരണം? അത് അവിടെ വലിയ നിൽക്കാൻ പറ്റാഞ്ഞിട്ട് ഒഴിവാക്കിയതാണ്. അതിപ്പോ എത്ര വർഷമായി? വർഷങ്ങളൊക്കെ കുറച്ചായിക്കണം, കുറച്ച് കൊല്ലങ്ങളായി. എത്ര വയസ്സിലാണ് കല്യാണം കഴിഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? 18 വയസ്സ്. അപ്പൊ 8 വയസ്സിലായിരുന്നു അല്ലേ? അപ്പൊ അത് ശരി. അപ്പൊ 39 വയസ്സ് എന്ന് പറയുമ്പോ 1 മാസം കൊണ്ട് തന്നെ ഒഴിവായി പോയില്ലേ? 1 മാസം കൊണ്ട് തന്നെ ഡിവോഴ്സ് ആയി പോയതാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ആലോചന ഒന്നും പറ്റിയൊന്നും റെഡി ആയില്ല. അപ്പോൾ നമുക്ക് മാക്സിമം ഒരു എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം? 45. ഒരു 45 വരെ അല്ലേ? കുട്ടികളുള്ള ആളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? അത് ഭാര്യ ഇല്ലാത്ത വേണം. നിലവിൽ ഭാര്യ ഉള്ളത് നമുക്ക് വേണ്ട, ഭാര്യ ഇല്ലാത്ത ആയിരിക്കണം. കുട്ടികൾ ഉള്ളെങ്കിൽ വിഷയം ഉണ്ടോ? അല്ലേ? പിന്നെ 1-2 കുട്ടികളൊന്നും കുഴപ്പമൊന്നുമില്ല അല്ലേ? ദൂരം പ്രശ്നമുണ്ടോ? ദൂരം അധികം ദൂരം വേണ്ട. അമ്മക്ക് എന്താ പറയണ്ട? മലപ്പുറം ജില്ല മതിയോ? മലപ്പുറം ജില്ല. പിന്നെ കോഴിക്കോട് ജില്ലയൊക്കെ പറ്റൂലേ? കോഴിക്കോട് ജില്ലയൊക്കെ അടുത്തല്ലേ? മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നല്ലൊരു ആലോചന വരട്ടെ. പിന്നെ വേറെ നുസൈബാക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനില്ല. അതെ. എന്തിനാ വിഷമിക്കുന്നേ? ചിരിച്ചേ? നല്ല ഹാപ്പി ആയിട്ട് നിൽക്ക് അല്ലേ? കണ്ണെന്ന് പറയണ്ട. നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരും. പിന്നെ ഓരോരുത്തരും ഓരോ സമയമുണ്ട് എന്നല്ലേ നുസൈബ അല്ലേ?
അപ്പോൾ നമ്മളെ സമയം ഇപ്പം ആയിരിക്കും എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ ഈ കല്യാണം മുടക്കുന്ന ആൾക്കാരെല്ലാം പറയാനുള്ളത്, എന്ത് നിങ്ങൾ ഇപ്പം കല്യാണ ആലോചനയായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കേട്ട് അതെന്താണ് അതിൻ്റെ സ്ഥിതി എന്ന് ഇവിടെ വന്ന് ഇവരോട് പറയാം. അപ്പോൾ അതിൻ്റെ മറുപടി പോലും പറഞ്ഞു തരുമല്ലോ. ചിലപ്പോൾ ഇവരറിയുന്ന പോലെ ഉണ്ടാവില്ല എന്താണ് ഇവർ പറയുന്നത് നിങ്ങൾക്ക് അറിയാം. അത് നമ്മൾ വീഡിയോയിൽ അങ്ങ് പറഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് അങ്ങ് വേറെ ഒന്നും കേൾക്കേണ്ട ആവശ്യം വരുമല്ലോ. നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്താണെന്നുള്ളത്. അതെ, അതാണ്. അപ്പോൾ ഒക്കെ വേറെ പിന്നെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും നോക്കിയില്ല. അവൾ സ്മാർട്ടാണ്. ഇവിടുത്തെ കുക്കിങ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നതാണ്. എല്ലാത്തിനും ഉഷാറാണ്. ചില സാഹചര്യങ്ങൾ കൊണ്ട് ആദ്യത്തെ വിവാഹങ്ങൾ ഡിവോഴ്സ് ആയിപ്പോയി. അതിനുശേഷം പറ്റിയൊരു ആലോചന വന്നുമില്ല. ഇനി എത്രയും പെട്ടെന്ന് നല്ലൊരു ആലോചന വരട്ടെ അല്ലേ. നുസൈബാൻ്റെ വേറെ എത്രയാ? 5 അടി അല്ലേ? വെയിറ്റോ? വെയിറ്റ് ഒരു 64 അത്രയൊക്കെ ഉണ്ടാവും അല്ലേ? നിങ്ങൾ പിന്നെ വേറെ ഒന്നും ആദർശമൊന്നും നോക്കുന്നത് സുന്നി അങ്ങനെ തന്നെ അല്ലേ? വേറെ അതൊക്കെ ചോദിക്കണം, അതുകൊണ്ട് ചോദിക്കാം കേട്ടോ. പിന്നെ പാർട്ട്ണർ ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു ഒരു 45 വയസ്സ് വരെ എന്നുള്ളത് പറഞ്ഞു. വേറൊന്നും ഡിമാൻഡ് കാര്യങ്ങളൊന്നും പറയാനില്ലല്ലോ അല്ലേ? അല്ലേ ഉമ്മ? വേറൊന്നും പറയാനില്ലല്ലോ. അത്രേ ഉള്ളൂ അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെ. അവളെ മനസ്സിലാക്കി സംരക്ഷിക്കുന്ന നല്ലൊരാൾ വരട്ടെ അല്ലേ? അതെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നുസൈബ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന വരിക. പിന്നെ വലിയ സാമ്പത്തികമായിട്ട് ഒരു പാവപ്പെട്ട ഫാമിലിയാണ്. അപ്പോൾ ഒരുപാട് സ്ത്രീധനം കാര്യങ്ങൾ അങ്ങനെ സ്വത്ത് മോഹിച്ചു അങ്ങനത്തെ ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. നമുക്ക് ശരിയാവില്ല. ഒക്കെ 39 വയസ്സാണ്. അതൊരു 45 വയസ്സ് വരെയൊക്കെ ഉള്ള ജോലി ചെയ്തോളം നോക്കാൻ പറ്റിയ, മരണം വരെ നോക്കാൻ പറ്റിയ ഒരാളായിരിക്കണം. അറിയാലോ, 18-ാമത്തെ വയസ്സിലൊരു വിവാഹം ചെയ്ത് അത് 1 മാസം കൊണ്ട് തന്നെ ഡിവോഴ്സായി പോയതാണ്. അപ്പോൾ അത്രയൊന്നും നിന്നിട്ടില്ല. പിന്നെ എന്താ പറയുക, അതിന് ശേഷം ആലോചനകൾ നോക്കിയെങ്കിലും നമുക്ക് പറ്റിയത് വന്നില്ല. ഇനി ഒരു നല്ലൊരു ആലോചന ഈ ഒരു വീഡിയോ മുഖേന വരട്ടെ അല്ലേ? അതിന് നിങ്ങളെല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, കൂടെ നിൽക്കുക. അതുപോലെ നല്ലൊരു ആലോചന നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ഇവരെ വിളിച്ച് കണക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. പിന്നെ ബ്രോക്കർമാർ ഇതിൽ വിളിച്ചിട്ട് അലമ്പാക്കരുതെന്ന് എല്ലാവരോടും പറയുകയാണ്. വിളിച്ചിട്ട് അത് ഇല്ല, നമ്മൾ ഡയറക്റ്റ് ആളുകളിലേക്ക് ഇതെത്താൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ ബ്രോക്കർ പരിപാടി അറിഞ്ഞൂടായിട്ടല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എനിക്ക് പിന്നെ ഇവർക്ക് കല്യാണം ഏറ്റവും യോജിച്ച പോലെ മനസ്സിലാക്കി ഏറ്റവും യോജിച്ച ഒരാളിനെ പെട്ടെന്ന് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കിപ്പോൾ ഇതാ പിന്നെ നോക്കുന്ന ആൾക്ക് ഇതെങ്ങനെ കുട്ടിയുണ്ടെന്ന് എനിക്കും അറിയാവൂ. അതുപോലെ നിങ്ങൾ പിന്നെ ഇതിൽ ഇതാക്കരുത് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് വിളിച്ചോട്ടെ, അവർക്ക് താല്പര്യമുള്ളവർ ഡയറക്റ്റ് പോലെ വിളിച്ചോട്ടെ, എന്നിട്ട് കല്യാണം റെഡിയാകട്ടെ. അപ്പോൾ വേറൊന്നും പറയാനില്ല. പിന്നെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഇപ്പം മുടക്കുന്ന ആൾക്കാർ എന്നാ പറയുന്നത് നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ തന്നെ പറയുന്നു. അതെന്നാ നമുക്ക് അറിയാത്തതുകൊണ്ട് അത് പറയാൻ നിർവാഹമില്ല. പിന്നെ എന്താ പറയുക, കുറേ കാലം നിൽക്കും എന്തോ അസുഖക്കാരിയാണ് അല്ലേ, അങ്ങനെയൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും അല്ലേ. നമുക്ക് എന്തെല്ലോ അസുഖമുണ്ട്, ഒക്കെ എന്തൊക്കെ ബുദ്ധിപ്രശ്നം അല്ലേ, അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്ന ഇതാക്കാമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അല്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ വന്ന് ചോദിക്കാം. ഇനിയിപ്പോൾ ഇവിടെ ഉമ്മയും ഉപ്പയും ആങ്ങളമാരും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഒരാളിങ്ങനെ ഒരു വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സായിട്ട് കുറേ വർഷം നിൽക്കുമ്പോൾ ആൾക്കാർക്ക് എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കാനൊക്കെ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഇവർ ഇവിടെ വന്ന് ഇവർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ഞങ്ങളെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ബാക്കി ഇനി നിങ്ങൾക്ക് എന്തറിയണമെങ്കിലും നേരിട്ട് ഇവിടെ വന്ന് ചോദിക്കുക. വേറൊരാളോട് അഭിപ്രായം ചോദിക്കുന്നതിന് മുമ്പ് നേരിട്ട് വീട്ടിൽ വന്ന് ഇവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അതാണല്ലോ കറക്റ്റ്. എന്നിട്ട് ഇരു കൂട്ടരെ അന്വേഷിച്ച് കല്യാണം നടത്തുക. പിന്നെ കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് വരുന്ന ആലോചനകൾ നിങ്ങളും പിന്നെ വരുന്ന ആൾക്കാർ ഇങ്ങോട്ട് ഇരു കൂട്ടരും അന്വേഷിച്ചിട്ട് ചെയ്യണം കേട്ടോ. നല്ലൊരു വിവാഹ ജീവിതം എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത്രയേ ഉള്ളൂ.